ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു CSS ലോഡർ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. CSS ലോഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അത് തുറന്നു വരാൻ എടുക്കുന്ന സമയം കൊണ്ട് ഒരു ചക്രം തിരികെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഡിങ്ങോ ഒക്കെ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അതേപോലെ എന്തെങ്കിലും പർട്ടിക്കുലർ ഡൗൺലോഡിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ പ്രോസസ്സിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു ലോഡർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ എങ്ങനെ CSS ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലോഡർ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML നിന്ന് തുടങ്ങി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. CSS ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റൈൽ ഉപയോഗിച്ചത്. അതിനുശേഷം ഞാനിവിടെ വന്ന് ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമുക്ക് HTML കണ്ടന്റുകളും വെബ്സൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ബോഡി ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ ബോഡിക്കുള്ളിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേരെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരാൻ വേണ്ടി സെൻറ്റർ എന്ന ടാഗും ഉപയോഗിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഹെഡിങ് H1 ചേർത്ത് കൊടുക്കുന്നു. ഹെഡിങ് 1 ഇതിന് ഞാൻ പേര് CSS ലോഡർ എന്ന് ചേർത്ത് കൊടുത്തു. ചോയ്സ് ആണ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഞാൻ CSS ലോഡർ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു 5 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ക്ലാസ് നെയിമിൽ ഒരു 5 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സിനും ഞാൻ ഓരോ പേര് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൻ്റെ പേര് ഞാൻ D1 എന്ന് ചേർത്ത് കൊടുത്തു. ഇങ്ങനെ 1 by 1 ആയിട്ട് ഞാൻ 5 ഡിവിഷൻ ഇതിൻ്റെ താഴെ ഒന്നിന് താഴെ ഒന്നായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ രണ്ടാമത്തിന് D2 എന്നും മൂന്നാമത്തിന് D3 എന്നും നാലാമത്തിന് D4 എന്നും അഞ്ചാമത്തിന് D5 ഇങ്ങനെ 5 ഡിവിഷന് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ നേരെ CSSലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് H1 നമ്മൾ CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ H1 എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമുക്ക് കളർ എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളർ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ചേർത്ത് കൊടുക്കുക. ഞാനിതിന് കളർ ഗ്രീൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഡിവിന് എന്തൊക്കെ സ്റ്റൈലുകളാണോ വേണ്ടത് അതെല്ലാം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഡിവിന് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബ്ലോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 by 1 ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിലധികം ലൈൻസിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒന്നിനെ തുടർന്ന് ഒന്നായിട്ടൊക്കെ വരാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. പൊസിഷൻ ആബ്സല്യൂട്ട് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഭാഗത്തും കറക്റ്റായി വരാൻ വേണ്ടിയാണ് പൊസിഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് ഞാൻ 10 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഹൈറ്റ് ഞാനിവിടെ വന്ന് 10 പിക്സൽ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഇത് ലെഫ്റ്റിലേക്കായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് കാൽക്കുലേഷൻ എന്നതിൻ്റെയാണ് കാൽക്ക് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എത്ര ശതമാനം വെച്ചിട്ടാണ് ഇതിനെ മൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാൽക്കുലേഷൻ വർക്ക് ചെയ്യേണ്ടതെന്ന് ചേർത്ത് കൊടുത്തു. 50% കൊടുത്തു. അതിനുശേഷം -1 എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് ബോർഡർ റേഡിയസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോർഡർ എന്നിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് റേഡിയസ് ചേർത്ത് കൊടുത്തു. ബോർഡർ റേഡിയസ് ഞാൻ 1 EM എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്ഫോം ഒറിജിൻ, അതായത് എവിടുന്ന് തുടങ്ങണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോം ഒറിജിൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാനിവിടെ വന്ന് 1 EM അത് എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളിടത്ത് ഞാൻ 2 EM ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് അനിമേഷൻ എന്നുള്ളത് റൊട്ടേറ്റ് എന്ന് ചേർത്തു. ഇഷ്ടമുള്ള പേര് എന്താണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് പേര് റൊട്ടേറ്റ് എന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പേരാണ് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത്. എവിടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം അനിമേഷൻ ഇൻറ്ററേഷൻ കൗണ്ട്, എത്ര തവണ ഇത് റൗണ്ട് ചെയ്ത് വരണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അനിമേഷൻ ഇൻറ്ററേഷൻ കൗണ്ട് എന്നുള്ളത് ഇൻഫിനിറ്റി എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ധാരാളം ഒട്ടനവധി ഇത് കൂടി വരണം. അതായത് ഒരു പ്രത്യേക സമയമൊന്നും നമ്മളിത് കൊടുക്കുന്നില്ല. എത്ര നേരം നമ്മൾ പേജ് ലോഡ് ചെയ്യുന്നോ അത്രയും സമയം ഇത് ലോഡ് ചെയ്ത് വരണം എന്നാണ് പറയുന്നത്. അനിമേഷൻ ഡ്യൂറേഷൻ, അനിമേഷൻ എത്ര സമയം വേണം എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. അത് ഞാൻ 1.6 സെക്കൻഡ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇനി ഇതിന് അനിമേഷൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കീ ഫ്രെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ കൊടുത്ത പേര് എന്താണോ, അനിമേഷൻ എന്താണോ പേര് കൊടുത്തത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അനിമേഷന് നമ്മൾ പേര് കൊടുത്തത് റൊട്ടേറ്റ് എന്നാണ്. അപ്പോൾ ആ പേര് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനെ 0%, അതായത് ഇതിൻ്റെ 0% എന്ത് സംഭവിക്കണം എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 0% ട്രാൻസ്ഫോം എന്നുള്ളത് ഞാൻ ഇവിടെ വന്ന് ട്രാൻസ്ഫോം എന്നുള്ളത് റൊട്ടേറ്റ് എന്നും അത് എത്ര ഡിഗ്രി ചെരിയണം എന്നുള്ളതും ചേർത്ത് കൊടുത്തു. ഞാനത് 0 ഡിഗ്രി ചെരിയണം എന്നാണ് പറയുന്നത്. അതേപോലെ ആ നേരത്ത് ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ 100%, ഇത് 0% വരുന്നത്. ഇനി 100% ആകുമ്പോൾ, അതായത് ആ ടൈമിങ്ങിൽ 100% ആകുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോം എങ്ങനെ സംഭവിക്കണം എന്ന് ചേർത്ത് കൊടുക്കുന്നു. ട്രാൻസ്ഫോം റൊട്ടേറ്റ് 360 ഡിഗ്രി എന്ന് ചേർത്ത് കൊടുക്കുന്നു. 360 ഡിഗ്രി ചരിയണം എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ ഓരോ ഡിവിഷനും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ ഡിവിഷനും നമുക്ക് CSS ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ഡിവിഷന്റെ പേര് D1 എന്ന് ചേർത്ത് കൊടുത്തു. .D1 എന്ന് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് അനിമേഷൻ ഡിലേ, ഇതിന് എത്ര അനിമേഷൻ ഡിലേ വരണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അനിമേഷൻ ഡിലേ എന്ന് എഴുതിയതിന് ശേഷം നമുക്കിവിടെ വന്ന് 0.1 സെക്കൻഡ്, ആദ്യത്തേത് ഇത്രയും ഡിലേ ആണ് വരേണ്ടത്. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളർ വേണം എന്നുള്ളതും ചേർത്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിവിടെ വന്ന് റെഡ് എന്നും ചേർത്ത് കൊടുത്തു. ചോയ്സാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ 5 ഡിവിഷനും നമുക്ക് ഓരോ സ്റ്റൈലുകൾ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തതിന് നമ്മളിവിടെ വന്ന് D2 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ 0.2 ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളർ വേണം എന്നുള്ളതും ഇവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിതിന് ഗ്രീൻ എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതിലെ മൂന്നാമത്തതിനും നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇവിടെ വന്ന് D3 എന്ന് ചേർത്ത് കൊടുത്തു. ഇതിനും സെക്കൻഡ് ഞാനിവിടെ വന്ന് 3 എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. ഇതിന് കളർ ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. കോളൻ ഇട്ടതിന് ശേഷം ഏതാണോ കളർ വേണ്ടത് അതും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് നാലാമത്തതിനും ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. D4 എന്ന് ചേർത്തു. ഇവിടെ വന്ന് 0.4 എന്നും അതേപോലെ തന്നെ ഇതിന് കളർ ഏതാണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിന് കളറ് ബ്ലൂ എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിലെ ലാസ്റ്റ് D5, അഞ്ചാമത്തതിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ D5 എന്നും ഇവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമ്മളിവിടെ വന്ന് 0.5 എന്നും ചേർത്തു. ഇതിന് നമുക്ക് കളർ എന്താണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. കളർ ഞാനും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ നമ്മൾ ആ കൊടുത്ത ലോഡർ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്കൊരു പ്രത്യേക സമയമൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇത് തുടർന്ന് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഇമേജ് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് വരുന്ന ടൈമിന് നമുക്ക് ഇതുപോലെ ഒരു പ്രത്യേകം ലോഡർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി വേറൊരു എക്സാമ്പിൾ ഇതേപോലെ തന്നെ CSS ലോഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിന് ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് മുഴുവൻ ഡിലീറ്റ് ചെയ്തു. സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് കൊടുത്തു, സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബോഡി എന്നും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു H1 എന്ന് ചേർത്ത് കൊടുത്തു. CSS ലോഡർ ഹെഡിങ് എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു div ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു div എന്ന് ക്രിയേറ്റ് ചെയ്തു. ഈ divന് നമ്മളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുത്തു. ക്ലാസ് നെയിം ലോഡർ എന്നാണ് ചേർത്ത് കൊടുത്തത്. ചോയ്സാണ്, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എന്തൊക്കെയാണോ CSS വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ H1 എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ടെക്സ്റ്റ് അലൈൻ നമ്മളിവിടെ വന്ന് സെൻറ്റർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൊടുക്കുന്ന ടെക്സ്റ്റുകൾ മുഴുവൻ, അതായത് H1 എന്ന ടെക്സ്റ്റ് നമുക്ക് സെൻറ്ററിൽ വരാൻ വേണ്ടി അതിന് അലൈന് സെൻറ്റർ എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ ലോഡർ എന്ന ക്ലാസ് ഇനി എന്തൊക്കെയാണോ വേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലോഡർ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ബോർഡർ എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം.
ബോർഡർ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് 20 പിക്സൽ ബോർഡർ എന്നും ചേർത്ത് കൊടുത്തു. അതേപോലെ ലൈൻസ് ഏത് രൂപത്തിലാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. സോളിഡ് എന്ന് ചേർത്തു. ഏത് കളറാണോ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. റെഡ് കളറാണ് നമ്മളിവിടെ ചേർത്തത്. പൊസിഷൻ എന്നുള്ളത് നമ്മൾ ആബ്സലൂട്ട് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് എവിടെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് വരാൻ വേണ്ടിയാണ് പൊസിഷൻ ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് എത്ര ശതമാനമാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 43% ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബോർഡർ റേഡിയസ്, ബോർഡറിന് ഏത് രൂപത്തിൽ നമുക്ക് റേഡിയസ് വേണമെന്ന് തീരുമാനിക്കാം. ബോർഡർ റേഡിയസ് ഞാൻ 50% ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ബോർഡർ ടോപ്പ്, ബോർഡറിന് ഏത് രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കാം. ബോർഡർ ടോപ്പ് എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് 20 പിക്സൽ. അതേപോലെ തന്നെ ലൈൻസിൻ്റെ വലിപ്പം നമ്മൾ സോളിഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കളർ ഏതാണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുത്തു. കളർ ഞാൻ പർപ്പിൾ എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. വിഡ്ത്ത് ഞാനൊരു 150 പിക്സൽ ഞാൻ വിഡ്ത്ത് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഇതിന് ഹൈറ്റ് എത്രയാണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹൈറ്റും ഞാനൊരു 150 പിക്സൽ ഹൈറ്റും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ അനിമേഷൻ, ഇതിന് അനിമേഷൻ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് അനിമേഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ അനിമേഷന് ഒരു പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. പേര് ചോയ്സാണ്, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതേപോലെ തന്നെ എത്ര സെക്കൻഡ് നമുക്ക് ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത് ഇവിടെ 2 സെക്കൻഡ് എന്ന് ചേർത്തു. അതേപോലെ തന്നെ ഇത് ഏത് രൂപത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ലീനിയർ എന്നും, അതേപോലെ തന്നെ ഇത് എത്ര സമയം നമുക്കിത് വർക്ക് ചെയ്യണം എന്നുള്ളതും നമുക്ക് ചേർത്ത് കൊടുക്കും. ഇൻഫിനിറ്റ് എന്ന് ചേർത്ത് കൊടുത്താൽ അത് കണ്ടിന്യൂ ആയിട്ട് എത്രയാണോ, നമ്മളൊരു പ്രത്യേക സമയമൊന്നും കൊടുക്കുന്നില്ല, അത് വരും ഡിസ്പ്ലേ ചെയ്യുവോളം അത്രയും ഭാഗം അത് ഇതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്തു വരും. ഇനി നമുക്കിതിന് അനിമേഷൻ എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കുക. കീ ഫ്രെയിം എന്ന് ചേർത്തു. ഇനി ഇതിന് നമ്മൾ ഈ അനിമേഷൻ എന്താണോ പേര് ചേർത്ത് കൊടുത്തത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 0%, 0% എന്ത് സംഭവിക്കണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ട്രാൻസ്ഫോം എന്നിട്ട് അതിന് ശേഷം റൊട്ടേറ്റ് 0 ഡിഗ്രി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ 100% എന്ത് സംഭവിക്കണം എന്നുള്ളതും ഇവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 100% എന്ന് ചേർത്തതിന് ശേഷം 100% ഉള്ളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതും ചേർത്ത് കൊടുത്തു. ട്രാൻസ്ഫോം റൊട്ടേറ്റ് എത്ര ഡിഗ്രിയാണോ ചെരിയേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. 360 ഡിഗ്രി ചെരിയണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അത് ഈ രൂപത്തിലായിരിക്കും നമുക്കിത് ലോഡ് ചെയ്ത് വരിക. ഓക്കെ, അപ്പം നമ്മൾ CSS ലോഡർ ഉപയോഗിച്ചിട്ട് 2 എക്സാമ്പിളാണ് ഇവിടെ ചെയ്തത്. ആ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.